യെസ് പറയുമ്പോ പാമ്പ് വരെ കേട്ടോ. ഫോൺ തരേ കേട്ടോ. ഫോണില് ഒപ്പിച്ചിരിക്കണ്ട. അപ്പച്ചിന്റെ വയറുമ്പോ തട്ടി എനിക്ക് വയറുവേദന ഓരോ സ്ഥലത്ത് ഒന്ന് പോയാണ്ട് വയറുവേദന കൊണ്ട് കെട്ട് വരും. ഞങ്ങൾക്ക് രണ്ടാൾക്ക് വയറുവേദന തരും. മുത്തേ നമുക്ക് എങ്ങനെ മുത്തേ വയറുവേദന ഒന്നേ മുദ്ര കരച്ചിൽ കിട്ടുന്നോണ്ടല്ല. നേരത്തെ അമരിക്കുട്ടി വീഡിയോക്കൊക്കെ ഇന്ന് നല്ലൊരു കണ്ടന്റ് കിട്ടിയിരുന്നു. അപ്പൊ അമരിക്കുട്ടി വീഡിയോക്കൊക്കെ സെറ്റ് ചെയ്യും. പക്ഷെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാല് അമരിക്കുട്ടിക്ക് ചെറുതായിട്ടൊരു വയറുവേദനയും ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് രണ്ട് മൂന്ന് വട്ടം വയറുവേദന പറഞ്ഞാണ്ട് ഇതായിരിക്കും ചെയ്തു. അപ്പൊ പിന്നെ അതിലൊരു രസമായിട്ടുള്ള സംഭവം എന്താ അറിയോ, താഴേന്ന് ഇപ്പൊ ഇവിടെ നമുക്ക് വന്നിട്ട് രണ്ടാമത് താഴേക്ക് ഫുഡ് കഴിക്കാൻ പോയപ്പോ ഞാൻ അമരിക്കുട്ടി അടുക്കട്ടെ ചോദിച്ചു. അപ്പൊ അമരിക്കുട്ടി എപ്പിച്ചിരിക്കണ്ട. അപ്പൊ 2 ദിവസം മുമ്പ് എനിക്കൊക്കെ വയറുവേദന ഉണ്ടായിരുന്നല്ലോ. ഒപ്പിച്ചിരിക്കണ്ട. അപ്പച്ചിന്റെ വയറുമ്പോ തട്ടി എനിക്ക് വയറുവേദന പകർന്നത് മുത്തേ. അങ്ങനെ നിങ്ങൾക്ക് ഓരോ സ്ഥലത്ത് ഒന്ന് പോയാണ്ട് വയറുവേദന കൊണ്ട് കെട്ട് വരും. ഞങ്ങൾക്ക് രണ്ടാൾക്ക് വയറുവേദന തരും. സംഭവം അതല്ലേ പറയും. വയറുമ്പോ തട്ടിയിലാണ് വയറുവേദന പകരുന്നത് അല്ലേ? നിങ്ങൾ കൊണ്ടാടി എനിക്ക് തന്നെ പിന്നെ പമ്പിക്കും കൊടുത്തു. പറയുമ്പോ പാമ്പ് കേട്ടോ. ഫോൺ തരേ കേട്ടോ. ഫോണില് സൂപ്പർ ഐഡിയ കേട്ടോ. യെസ് ഇത് പറയുമ്പോ പാമ്പ് വരും. നോ എന്ന് പറയുമ്പോ ഫോൺ എന്നിട്ട് ഓള് ഗെയിം കളിച്ചു. ഇപ്പൊ ഗെയിം കളിച്ചാ അമ്പിക്കുട്ടിയെ ഇപ്പൊ പഴയ കാലത്തൊരു വീഡിയോ കാണിച്ചു കേട്ടോ. അയ്യോ ഞാൻ വീഡിയോ റിയാക്ട് ചെയ്തതാ. പഴയ കാലത്ത് നമ്മുടെ കുട്ടിക്കാലത്ത് എനിക്ക് കിട്ടിയണമെന്ന് അറിയില്ല. എനിക്കിതില് ഇത്ര കിട്ടിയിട്ടില്ലെങ്കിലും ഇതിന്റെ അടുത്ത് ചെറുതായിട്ടൊക്കെ ഒരു ഇത്ര ഏതായാലും കിട്ടിയിട്ടില്ല. എന്ത് സംഭവം കാണിച്ചുതരാം. ഒരു റമദാൻ മാസം ഇപ്പൊ നമ്മുടെ റമദാനല്ലേ, അപ്പൊ അത്താഴം കഴിക്കുന്നത് നോമ്പ് പറക്കുന്നതൊക്കെ ആയിട്ടുള്ള ഒരു പഴയ കാലത്ത് എങ്ങനെയായി എന്നുള്ളൊരു സംഭവം. പക്ഷെ അത് പഴയ കാലത്തെ വീഡിയോ അത് റീക്രിയേറ്റ് ചെയ്താണെന്ന് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട്. അപ്പൊ വെളിച്ചക്ക് ഇത്രക്ക് കിട്ടിയിട്ടില്ല പറഞ്ഞാല് ഈ ഓരോ വീട്ടിൽ താമസിച്ചോ? ഞാൻ താമസിച്ചില്ല. പിന്നെ ഇങ്ങനെ വിളക്ക് കത്തിച്ച് വെച്ചിട്ടുള്ള എന്റെ ചെറുപ്പത്തിലെ കറണ്ട് ഉണ്ട്. കറണ്ട് പോകുമ്പോ വിളക്ക് കത്തിച്ചേക്ക. അന്ന് പ്രത്യേക ഈ പവർ കട്ട്. പിന്നെ വെളുക്ക് മാത്രല്ല, വെളുക്കല്ലാതെ വേറെ സാധനമില്ല. മണ്ണെണ്ണ വെളുക്കല്ലാതെ ഒരു ചില്ലുണ്ടാവും അതിന് മേലെ മണ്ണെണ്ണ എന്നിട്ട് തൂക്കിയിട്ടൊക്കെ ചെയ്യും. മണ്ണിട്ട് നിലത്തി കിടന്നോ പതിരിച്ചാണ്ട് ഞാൻ കിടന്നിട്ടില്ല. ചെറുപ്പത്തിന് ടൈലുമലും ചുവപ്പ് കാവിണ്ടാവും. പക്ഷെ കാവിയെല്ലാം പിന്നെ ടൈലുമല കിടന്നു. ആ 2 സമയം ടൈലാണ് ഇപ്പത്തെ ടൈല് പറയും. പഴയ കാലത്ത് ചെറിയ ചെറിയ ടൈലുകളൊക്കെ ഉണ്ടാവുക. അതിന് അങ്ങനത്തെ ഓരോ ടൈലുകളൊക്കെ അന്നൊക്കെ അലാറം എന്ന് പറഞ്ഞ ഫോണല്ലേ നമ്മുടെ അമ്മാരി. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ എത്ര അലാറം അടിച്ചാലും നമ്മൾ വിളിക്കൂല. പക്ഷെ അമ്മാരെ വിളിക്കും. സംഭവത്തിലല്ലേ നമ്മുടെ വീട്ടിൽ ഉമ്മാനില്ലാത്തൊരു സിറ്റുവേഷൻ നമുക്ക് ആലോചിക്കാൻ പറ്റൂല അല്ലേ? അല്ലേ? ഇപ്പൊ റമദാൻ മാസം ആയാലും നമ്മൾ അലാറം അടിച്ച് എത്ര വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മമാരല്ലേ അവിലൊക്കെടാ പൊളിച്ചക്ക്. അവലും അങ്ങനെ ഞാൻ കഴിച്ചിട്ടുണ്ട്. പക്ഷെ പലിച്ചക്കൊന്നും കഴിച്ചിട്ടില്ല. അവലെന്നാണ് തോന്നുന്നുണ്ട് എനിക്ക് അറിയാൻ. നോക്കട്ടെ എന്നടാ അവലും പഴവും എന്തോ പാല വെള്ളം എന്താന്ന് അറിയില്ല. മിക്സാക്കിട്ട് ക്ലാസ്സിൽ വെച്ച് കുടിക്കുക പൊളിച്ചക്ക്. ചെറുപ്പത്തില് എനിക്ക് ഇവിടുത്തെ ഉമ്മച്ചി വെച്ചതാണ്. പിന്നെ എനിക്ക് അതേമാതിരി പിന്നെ കൂടുതൽ ചെറുപ്പത്തിൽ ഉമ്മാന്റെ വീട്ടിലായിരുന്നു. അപ്പൊ അവിടുന്ന് അവര് എന്റെ കസിൻസ് അവിടുന്ന് വെച്ചിട്ടുണ്ട്. അങ്ങനെ ചെറിയ പ്രായത്തിൽ മാറി നിന്നൊക്കെ ചെയ്തു താമസിച്ചോ കൂടിയിട്ടോ അല്ലേ? അന്നത്തെ കാലല്ലേ
ശരിക്കും നമ്മുടെ ഒരു 4-5 വയസ്സ് ഒന്നും കൂടി ബാക്കോട്ടുള്ള ആളുകൾക്ക് ഇതൊക്കെ ഏകദേശമൊക്കെ നമ്മുടെ കാരണം ഇപ്പൊ പാണ്ട് ചോദിച്ചാ വീടിനപ്പം പാണ്ട് ചോദിച്ചു ഞാൻ അത് പറഞ്ഞ് ഇങ്ങനെ എന്താണ് വെളുക്കത്തിച്ചാണ്ടും ഇതൊക്കെ ഉണ്ട്. പക്ഷെ അവളും പഴമൊന്നുമില്ല ഇനി ചോറന്നേനി. അപ്പൊ ഇപ്പാണ്ടി പഴയ കാലത്താണ്. അന്നത്തെ കാലത്തൊക്കെ എന്ന് പറഞ്ഞാല് എന്തെങ്കിലും ഒരു പെരുന്നാൾ വെള്ളിമാരൊക്കെ കാലത്തെയാവും അങ്ങനെയൊക്കെ പെരുന്നാൾ അല്ലെങ്കിൽ അങ്ങനെ സ്പെഷ്യൽ ദിവസങ്ങൾ എന്തെങ്കിലും വരണം, അവർക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഫുഡൊക്കെ ഉണ്ടാക്കാം. അതൊക്കെ പറഞ്ഞു വെള്ളിയാഴ്ച ദിവസം അവൻ കാത്തുക്കോ. പിന്നെ പറഞ്ഞ് ഇപ്പോഴല്ലേ നമ്മള് പെരുന്നാക്ക് ബിരിയാണി മന്തി വീഡിയോ എടുക്കാനുള്ള സംഭവങ്ങളൊക്കെ അമ്മിമോളോട് സെറ്റ് ആക്കി വെച്ച് ലാസ്റ്റ് എല്ലാം കഴിഞ്ഞ് പിന്നെ വീഡിയോ എടുക്കുന്ന സമയത്ത് പറയാം. ഞാൻ വീഡിയോ കേട്ടോ ഫോണ് നമ്മൾ ഓഫ് ആക്കിയ ശരിയാണ്. ഇനി അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ ബൈ.